നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ, മണ്ണാർക്കാട് എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. മലമ്പുഴ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഡാമും ഉദ്യാനവുമാകും പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. പാലക്കാട് താലൂക്കിലെ അകത്തേത്തറ, എലപ്പുള്ളി, കൊടുമ്പ്, മലമ്പുഴ, മരുത റോഡ്, മുണ്ടൂർ, പുതുപരിയാരം, പുതുശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് മലമ്പുഴയുടെ കരുത്ത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ കിഫ്ബി വഴിയും മറ്റ് സർക്കാർ പദ്ധതികളിലൂടെയും മലമ്പുഴയിൽ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നാടിന്റെ വളർച്ചയുടെ ആദ്യ പടിയാണ് അവിടുത്തെ വിദ്യാലയങ്ങൾ. നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നത് നാളത്തേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. മലമ്പുഴ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ ഇതിന് തെളിവാണ്. കിഫ്ബി കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കിഫ്ബി ആരംഭിച്ച ശേഷം 25 വർഷം പൂർത്തിയാകുകയാണ് എന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവത്തിൻ്റെ കാരണമാണ് ഇപ്പോൾ കിഫ്ബി. ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വികസന പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലം മലമ്പുഴ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു വലിയ മാറ്റം, കണക്ക് പറഞ്ഞാൽ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഈ അകത്തേത്തറ നടക്കാവിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്. ഏകദേശം 60 കോടിയോളം ഉറുപ്പിക ചെലവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. മറ്റൊന്ന് മലമ്പുഴ ഡാം, 10-12 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഡാമിൻ്റെ ഒരു റിംഗ് റോഡിൻ്റെ പ്രവർത്തനം 55 കോടി ഉറുപ്പിക ചെലവഴിച്ച് നടത്തി. അതും ഏകദേശം അവസാന സ്റ്റേജിൽ നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ പല പ്രദേശങ്ങൾ കോർത്തിണക്കാൻ കഴിയാതിരുന്ന പല പുഴകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജലാശയങ്ങളും ഒക്കെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വലിയ പാലങ്ങൾ, ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിനെയും എലപ്പുള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം, മണ്ണുക്കാട് ബ്രിഡ്ജ്, ഏകദേശം 7.5 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് അത് പണി പൂർത്തിയാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ കൊടുമ്പിൽ വളരെ കാലമായി ഒരു ദ്വീപിലകപ്പെട്ട് കിടക്കുന്ന പാളയത്തിലെ ജനങ്ങൾക്ക് ഏകദേശം 5 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു പാലം ഇപ്പം അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം അത് പൂർത്തിയാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള പിന്നെ ആ റോഡ് 20 കോടി ഉറുപ്പിക ചെലവ് ചെയ്തുകൊണ്ടാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മൂപ്പനാർ റോഡ് എന്ന് പറയുന്ന റോഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ ആരംഭിച്ചു. ULCC ആണ് അത് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിരവധി പാലങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡുകളും ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ പട്ടിക അനുസരിച്ച് ക്ലസ്റ്റർ സമീപനത്തിലൂടെയാണ് പല സ്കൂൾ വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത്. അതായത് ഒരു കൂട്ടം സ്കൂളുകളെ ഒന്നിച്ചെടുത്ത് സമഗ്രമായ നവീകരണം നടത്തുക. ഉദാഹരണത്തിന് പാലക്കാട് ക്ലസ്റ്റർ 12. ഇതിനായി കിഫ്ബി അനുവദിച്ചത് 16.6 കോടി രൂപയാണ്. അതിൽ 10 കോടിയിലധികം രൂപ ഇതിനോടകം നിർവഹണ ഏജൻസിയായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് കൈമാറിക്കഴിഞ്ഞു. ഇതിനർത്ഥം ഈ ക്ലസ്റ്ററിലെ സ്കൂളുകളിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു എന്നതാണ്. അത് പുതിയ ക്ലാസ് മുറികളാകാം, ലാബുകളാകാം, ലൈബ്രറികളാകാം, അല്ലെങ്കിൽ ശൗചാലയങ്ങളാകാം. അതുപോലെ പാലക്കാട് ക്ലസ്റ്റർ ഫേസ് 2, ഇത് 29.6 കോടി രൂപയുടെ വലിയ പദ്ധതിയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനടക്കം ഊന്നൽ നൽകുന്ന ഏജൻസിയാണ് കൈറ്റ്. ഈ പദ്ധതിക്കായി 22.6 കോടി രൂപ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. ഇതും കാണിക്കുന്നത് കാര്യമായ പുരോഗതി ഈ പദ്ധതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ, അതിപ്പോൾ എല്ലാ മണ്ഡലത്തിലുമുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പേരെടുത്ത് പറയുകയാണെങ്കിൽ മലമ്പുഴ 3 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് പ്രവർത്തനം പൂർത്തിയായി. അതിൽ കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 5 കോടി ഉറുപ്പിക ചെലവിലാണ് എലപ്പുള്ളി ഹൈസ്കൂൾ, അതിൻ്റെ കെട്ടിടം പുതിയത് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ
3 കോടി ഉറുപ്പ്യ ചെലവ് ചെയ്തുകൊണ്ടാണ് കഞ്ചിക്കോട് ഹൈസ്കൂളിലും പുതിയ കെട്ടിടം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി സ്കൂളുകൾ, LP, UP സ്കൂളുകൾ, ഹൈസ്കൂളുകളിലൊക്കെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാറ്റം. സത്യത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നടക്കില്ലെന്ന് കാത്തിരുന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന പല പ്രവൃത്തികളും അത്ഭുതാവഹമായ രീതിയിൽ വികസന രംഗത്ത് വിസ്മയകരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഈ കേരളത്തിലും പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ സഹായം വളരെയേറെ സഹായകരമായിട്ടുണ്ട്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ആ കിഫ്ബി പദ്ധതി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലമ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറാൻ കഴിഞ്ഞത്. അതിലുള്ള സംതൃപ്തിയും അതോടൊപ്പം അതിലുള്ള സന്തോഷവും, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഈ കിഫ്ബി പദ്ധതി ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായോ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാനുണ്ടായ ഒരു സാഹചര്യത്തിൽ കിഫ്ബി വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. കിഫ്ബിയുടെ 25ാം വാർഷികത്തിന് എല്ലാ ആശംസകളും, മനം നിറഞ്ഞുകൊണ്ടുള്ള ആശംസകൾ ഞാൻ നേരുകയാണ്. മറ്റൊരു പദ്ധതിയാണ് പാലക്കാട് ക്ലസ്റ്റർ 2. ഇതിനായി 19.3 കോടി രൂപ വകയിരുത്തിയതിൽ 7.5 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്നു. ഇതുകൂടാതെ കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിലെ സ്കൂളുകൾക്കൊപ്പം പാലക്കാട്ടെ ചില സ്കൂളുകളെയും ഉൾപ്പെടുത്തി 18.8 കോടിയുടെ മറ്റൊരു ക്ലസ്റ്റർ പദ്ധതിയും 11.6 കോടിയുടെ വേറൊരു പാലക്കാട് ക്ലസ്റ്റർ പദ്ധതിയും പട്ടികയിലുണ്ട്. ഇവയെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ മലമ്പുഴ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നിലെത്തും. ഇത് തീർച്ചയായും കുട്ടികളുടെ പഠന നിലവാരത്തെയും ഗുണപരമായി സ്വാധീനിക്കും. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വാപ്കോസ് ലിമിറ്റഡ്, ഇൻകെൽ ലിമിറ്റഡ് എന്നീ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയും കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 7 ഇതിന് ഉദാഹരണമാണ്. വാപ്കോസിന് 11.8 കോടിയുടെയും ഇൻകെലിന് 6 കോടിയുടെയും പ്രവർത്തികളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം തുകയും കൈമാറിയത് പണികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വന്നാൽ മലമ്പുഴ മണ്ഡലത്തിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായ പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഒരു പുതിയ മുഖം നൽകാൻ കിഫ്ബി വഴി 13.5 കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. കിറ്റ്കോ ലിമിറ്റഡാണ് നിർവഹണം. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ചെറിയൊരു തുക അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ കൂടുതൽ കോഴ്സുകൾക്കും ഗവേഷണ സൗകര്യങ്ങൾക്കും സാധ്യത തെളിയും. മലമ്പുഴയിലെയും സമീപ പഞ്ചായത്തുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ദൂരെ പോകേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരും. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ നട്ടെല്ലാണ് ഗതാഗത സൗകര്യങ്ങൾ. നല്ല റോഡുകളും പാലങ്ങളും ഒരു നാടിൻ്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മലമ്പുഴ മണ്ഡലത്തിലെ ഈ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടത്തുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില പദ്ധതികളിലൂടെ കടന്നുപോകാം. ചിറക്കൽപ്പടി കഞ്ഞിരിപ്പുഴ റോഡ്. ഈ റോഡിലെ ആദ്യ 8 കിലോമീറ്റർ ആധുനിക രീതിയിൽ BM&BC ടാറിംഗ് നടത്തി നവീകരിക്കാൻ അനുവദിച്ചത് 37.5 കോടി രൂപയാണ്. ഇതിൽ ഏകദേശം 32 കോടി രൂപയോളം ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. അടുത്തത് മലമ്പുഴ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന മറ്റൊരു പ്രധാന പാതയാണ് കോങ്ങാട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ്. ഏകദേശം 17 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിൻ്റെ നവീകരണത്തിനായി അനുവദിച്ചത് 66.8 കോടി രൂപയാണ്. ഒരു റോഡിന് വേണ്ടി ഇത്രയും വലിയ തുക വകയിരുത്തുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ്. ഇതിൽ 65 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് ഈ റോഡ് ഇന്ന് എത്രത്തോളം മികച്ച നിലവാരത്തിലായിരിക്കും എന്നതിൻ്റെ സൂചനയാണ്. മലമ്പുഴയെ മണ്ണാർക്കാടുമായും കോങ്ങാടുമായും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നു. ഇനി പാലങ്ങളിലേക്ക് വരാം. ഓടന്നൂർ എഴുത്തുംപാറ പാലങ്ങൾ.
ഈ 2 പാലങ്ങളുടെ നിർമ്മാണത്തിനായി 28 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി അംഗീകരിച്ചിട്ടുള്ളത്. നിർമ്മാണം തുടങ്ങിയതിന്റെ ഭാഗമായി 1.9 കോടി രൂപയോളം കൈമാറിയിട്ടുണ്ട്. പാലങ്ങൾ വരുന്നതോടെ ഒരുപക്ഷെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ മാറും. കാലവർഷക്കാലത്തെ യാത്രാ തടസ്സങ്ങളും പരിഹരിക്കും. അതുപോലെ കൽപ്പാത്തിപ്പുഴയ്ക്ക് കുറുകെ കമ്പ ചാലിക്കടവ് പാലം 10.7 കോടി രൂപയുടെ ഈ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിന് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാറളി പാലത്തിന്റെ പുനർനിർമ്മാണവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇത് ഇപ്പോൾ പ്രൊജക്ട് അണ്ടർ ഇവാലുവേഷൻ ഘട്ടത്തിലാണ്. ഈ പദ്ധതികൾക്കെല്ലാം അനുമതി ലഭിച്ച് പണി പൂർത്തിയാകുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ ഗതാഗത ശൃംഖല കൂടുതൽ ശക്തമാകും. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് പുരോഗതി കൈവരിക്കാനാകും. അതോടൊപ്പം പ്രധാനമാണ് ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതയും. ഈ 2 അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും മലമ്പുഴ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി ആകെ 236 കോടി രൂപ വകയിരുത്തിയതിൽ 108 കോടിയിലധികം രൂപ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. മലമ്പുഴ മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ താലൂക്ക് ആശുപത്രികളിലോ ഈ സൗകര്യം ലഭ്യമാകുമ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ഇനി കുടിവെള്ളത്തിലേക്ക് വരാം. മലമ്പുഴ ഡാം അരികത്തുണ്ടെങ്കിലും മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാറുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടാണ് ജലവിഭവ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി വഴി കരിമ്പ, കോങ്ങാട് പഞ്ചായത്തുകളിൽ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. 28.3 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി ഏകദേശം 11 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുക, വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കുക, ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുക തുടങ്ങിയ ജോലികളാകാം നടക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം പൈപ്പിലൂടെ വീട്ടിലെത്തും. അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിൽ വലിയ ആശ്വാസമാകും. വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, കുടിവെള്ളം എന്നീ അടിസ്ഥാന മേഖലകൾക്ക് പുറമെ മറ്റ് ചില സുപ്രധാന രംഗങ്ങളിലും മലമ്പുഴയിൽ വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാൻ കിഫ്ബി പദ്ധതികൾ സഹായിക്കുന്നുണ്ട്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിന്റെ കിഴക്കേ അതിർത്തിയിൽ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ ശാന്തമായി ഒഴുകുന്ന കുന്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലമാണ് മണ്ണാർക്കാട്. ഈ മണ്ഡലം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും അഗളി, അലനല്ലൂർ, കോട്ടേപ്പാടം, കുമരംപുത്തൂർ, തേങ്കര, പുത്തൂർ, ഷോളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ്. പ്രകൃതി രമണീയതയും കാർഷിക സമൃദ്ധിയും പൈതൃകവും ഒത്തുചേർന്ന ഈ മണ്ണ് വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മണ്ണാർക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് അടുത്തറിയാം. കേരള സർക്കാരിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി. രൂപീകൃതമായിട്ട് 25 വർഷം ആവുകയാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും സംബന്ധിച്ചിടത്തോളം 1/4 നൂറ്റാണ്ട് എന്നത് വലിയ ഒരു കാലയളവാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ. നിരവധി ആക്ഷേപങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെ കിഫ്ബിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കുറേ പ്രവർത്തികൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലും ഉള്ളത് കുറച്ചുകൂടി വേഗത കൈവരിക്കാൻ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം. ഇതിനകം കുറേ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും അതുവഴി ധാരാളം പദ്ധതികൾ നടപ്പായിട്ടുണ്ട്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ
പ്രധാനപ്പെട്ട ചില പദ്ധതികളൊക്കെ, റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ ഒക്കെ കിഫ്ബിയുടെ ഭാഗമായിട്ട് നടന്നു. എല്ലാ സ്കൂളുകളിലും സർക്കാർ വിദ്യാലയങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ, മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന പേരിൽ 5 കോടിയുടെയും 3 കോടിയുടെയും 1 കോടിയുടെയും ഒക്കെ കെട്ടിടങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു അസറ്റ് തന്നെയാണ്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ അതുവഴി സാധിച്ചിട്ടുണ്ട്. വേറെയും ചില പദ്ധതികളൊക്കെ കിഫ്ബിയുടെ പരിഗണനയിൽ ഉണ്ട്. അതൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ 25ാം വർഷത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് മണ്ണാർക്കാട്ടെ വന്യജീവി ശല്യമോ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങളോ ഒക്കെ ആവാം. എന്നാൽ അതിനപ്പുറം വലിയ വികസന സാധ്യതകളും അതിനായുള്ള പരിശ്രമങ്ങളും ഈ മണ്ണിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊർജം പകരുന്ന കിഫ്ബി വഴിയും മറ്റ് സർക്കാർ പദ്ധതികളിലൂടെയും മണ്ണാർക്കാട് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. ഏതൊരു നാടിൻ്റെയും പുരോഗതിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. മണ്ണാർക്കാട് പോലെ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇതിന് പ്രാധാന്യം ഏറെയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് നടപ്പിലാക്കുന്ന നിരവധി റോഡ് വികസന പദ്ധതികൾ മണ്ണാർക്കാടിന് മുതൽക്കൂട്ടാകുന്നുണ്ട്. നമുക്ക് ലഭ്യമായ പട്ടികയിലെ പ്രധാന പദ്ധതികൾ നോക്കാം. കോങ്ങാട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡ്. ഈ റോഡിൻ്റെ 17 കിലോമീറ്ററോളം ദൂരം നവീകരിക്കുന്നതിനായി അനുവദിച്ചത് 66.8 കോടി രൂപയാണ്. ഇത് എത്ര വലിയ പദ്ധതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ 65 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നത് ഈ റോഡ് ഇന്ന് ഏറ്റവും മികച്ച നിലവാരത്തിൽ യാത്രായോഗ്യമായി എന്നതിൻ്റെ തെളിവാണ്. ഇത് മണ്ണാർക്കാടിനെ കോങ്ങാടുമായി, അതുവഴി പാലക്കാട് നഗരവുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നു. യാത്രാസമയം കുറയ്ക്കുന്നു. വാണിജ്യപരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നു. MES കോളേജ് പയ്യനടം റോഡ്. ഈ റോഡിൻ്റെ ആദ്യ 8 കിലോമീറ്റർ വീതി കൂട്ടി BM&BC നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിനായി 21.5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 15 കോടിയിലധികം രൂപയുടെ പണികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഇത് മണ്ണാർക്കാട്ടെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും. ഒപ്പം സമീപ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും ഇത് വലിയ അനുഗ്രഹമാകും. ചിന്നത്തടുക്കം റോഡ്. ഇത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ആദ്യഘട്ടത്തിൽ 8 കിലോമീറ്റർ നവീകരിക്കുന്നതിന് 161 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം ഈ തുകയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിനകം 22 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ ഒരുപക്ഷെ തമിഴ്നാടുമായുള്ള ഗതാഗത ബന്ധം കൂടുതൽ എളുപ്പമാകും. മലയോര മേഖലയുടെ വികസനത്തിന് ഇത് വലിയ ഊർജം നൽകും. ഹിൽ ഹൈവേ കാഞ്ഞിരമ്പാറ കുമരം പുത്തൂർ ഭാഗം. സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന സ്വപ്ന പദ്ധതിയായ ഹിൽ ഹൈവേയുടെ ഭാഗമായി ഈ റീച്ചിന് 91.4 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ണാർക്കാട് ഉൾപ്പെടുന്ന മലയോര മേഖലയുടെ ഗതാഗത ഭൂപടം തന്നെ മാറും. ഈ റോഡ് പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിനകത്തും പുറത്തേക്കുമുള്ള യാത്രകൾ സുഗമമാകും. അപകടങ്ങൾ കുറയും. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കും. ഗതാഗതം പോലെ തന്നെ ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യമാണ് ശുദ്ധമായ കുടിവെള്ളം. മലയോര മേഖലയായതുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായും പലപ്പോഴും മണ്ണാർക്കാട്ടെ വിവിധ പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്യാറുണ്ട്.
ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജലവിഭവ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി വഴി കിഫ്ബി സഹായത്തോടെ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് പട്ടികയിലുള്ളത്. തച്ചനാട്ടുകര, ആലനല്ലൂർ, കോട്ടേപ്പാടം പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതി. മണ്ണാർക്കാട് താലൂക്കിലെ ഈ 3 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിക്ക് 22 കോടി രൂപയാണ് വകയിരുത്തിയത്. സന്തോഷകരമായ വാർത്ത, ഇതിൽ 20 കോടിയിലധികം രൂപയുടെ പണികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ്. അതായത് ഈ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് വലിയൊരളവിൽ ശാശ്വത പരിഹാരമായി കഴിഞ്ഞു. കരിമ്പ, കോങ്ങാട് പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതി. മണ്ണാർക്കാട് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പഞ്ചായത്തുകളിലെ പദ്ധതിയും പ്രധാനപ്പെട്ടതാണ്. 28.3 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 11 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവ കൂടാതെ ഭവാനിപ്പുഴയിലെ നീരൊഴുക്ക് സംരക്ഷിക്കാനും കാർഷിക ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന തടയണകൾ നിർമ്മിക്കാനുമുള്ള ഒരു പദ്ധതി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഇതിന് അംഗീകാരം ലഭിച്ചാൽ അത് മണ്ണാർക്കാട്ടെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും സഹായിക്കും. ആരോഗ്യരംഗത്തും മണ്ണാർക്കാടിന് ശുഭവാർത്തകളുണ്ട്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കിഫ്ബി പട്ടിക പ്രകാരം മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്ക്, കാഷ്വാലിറ്റി, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി 12 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് ആണ് നിർവഹണ ഏജൻസി. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് പൂർത്തിയാകുന്നതോടെ സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സകൾക്കായി ദൂരെ പോകുന്നത് ഒഴിവാക്കാനാകും. ഇവ കൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 2 വലിയ പദ്ധതികളുടെ പ്രയോജനം മണ്ണാർക്കാടിന് ലഭിക്കും. ഡയാലിസിസ് സെന്ററുകൾ. വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം വർദ്ധിപ്പിക്കാൻ കിഫ്ബി 50 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 36 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ KMSEL വഴി നടന്നു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള സൗകര്യങ്ങളും മണ്ണാർക്കാട്ടെ രോഗികൾക്കും ആശ്വാസമാകും. 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ. പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന ഐസൊലേഷൻ വാർഡുകളുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 108 കോടി രൂപയുടെ പണികൾ നടന്നിട്ടുണ്ട്. മണ്ണാർക്കാട്ടെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ സൗകര്യം ലഭ്യമാകും. മണ്ണാർക്കാട് പോലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷം. കൃഷിയിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വന്യജീവികൾ ഇറങ്ങുന്നത് തടയാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ആവശ്യമാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്ന നിലയിൽ വനം വന്യജീവി വകുപ്പ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി കേരള വഴി നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. വന അതിർത്തികളിൽ തൂങ്ങിക്കിടക്കുന്ന തരം സോളാർ വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുക എന്നതാണ് പദ്ധതി. ആന പോലുള്ള വലിയ മൃഗങ്ങൾക്ക് പോലും തകർക്കാൻ കഴിയാത്തതും എന്നാൽ അവയ്ക്ക് അപകടകരമല്ലാത്തതായ ഷോക്ക് നൽകി പിന്തിരിപ്പിക്കുകയാണ് ഈ വേലികൾ. ഇതിനായി 110 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 43 കോടിയിലധികം രൂപയുടെ വേലികൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇത് മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ കർഷകർ വലിയ അളവിൽ സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്തും മണ്ണാർക്കാടിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പദ്ധതികൾ കിഫ്ബിയുടെ പട്ടികയിലുണ്ട്. നേരിട്ട് മണ്ണാർക്കാട്ടെ സ്കൂളുകളുടെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂൾ ക്ലസ്റ്ററുകൾക്കായി കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാബുകൾ, ലൈബ്രറികൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയവ നിർമ്മിക്കും. ഇത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ സഹായിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാട് ക്ലസ്റ്റർ 2 ഫേസ് 4 എന്ന പേരിൽ കിറ്റ്കോ വഴി നടപ്പാക്കുന്ന 12 കോടിയുടെ പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണഫലവും മണ്ണാർക്കാട്ടെ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. അവസാനമായി നൈപുണ്യ വികസന രംഗത്തെ ഒരു പ്രധാന പദ്ധതി കൂടി പരാമർശിക്കേണ്ടതുണ്ട്. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതി. ഇതിനായി 27.5 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന വ്യാപകമായ പദ്ധതിയാണെങ്കിലും മണ്ണാർക്കാട്ടെ യുവതീ-യുവാക്കൾക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം നേടാനും പ്രാദേശികമായി തന്നെ തൊഴിൽ കണ്ടെത്താനും ഇത് വഴിയൊരുക്കും. നമ്മൾ ഈ കണ്ട കണക്കുകളും പദ്ധതികളും വിരൽ ചൂണ്ടുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിലേക്കാണ്.
റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, വന്യജീവി സംഘർഷം ലഘൂകരണം, നൈപുണ്യ വികസനം തുടങ്ങി ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും കിഫ്ബിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. വികസനം എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു തുടർ പ്രക്രിയയാണ്. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായി മികച്ച ഗുണനിലവാരത്തോടെ പൂർത്തിയാകുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഫലം ജനങ്ങൾക്ക് ലഭിക്കൂ. എങ്കിലും മണ്ണാർക്കാടിൻ്റെ ഭാവി ശോഭനമാക്കൽ ലക്ഷ്യമിട്ടുള്ള ഈ നിക്ഷേപങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നു. ഗതാഗത കുരുക്കഴിക്കുന്ന, കുടിവെള്ളക്ഷാമമില്ലാത്ത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള, മനുഷ്യനും വന്യജീവികളും സമാധാനപരമായി കഴിയുന്ന ഒരു മണ്ണാർക്കാടാണ് ഈ പദ്ധതികളിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത്. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.